വെൽക്കം ടു സിവിൽ മെൻറ്റേഴ്സ് ടിപ്സ്. 2023 മാർച്ച് 4 നടക്കുന്ന കാറ്റഗറി നമ്പർ 397/2021 ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബറിൻ്റെ ഫ്രീ ക്രാഷ് കോഴ്സാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2 മെത്തേഡ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് എന്ന പോർഷനാണ്. എനിക്ക് സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമുക്ക് തുടർന്ന് കാണാം. അടുത്തത് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ മെയിൻലി എടുക്കുന്നത് ഓക്സിജൻ ആൻഡ് അസറ്റിലിനാണ്. ഇവ രണ്ടും ഈക്വൽ വോളിയത്തിൽ ഈക്വൽ പ്രഷറിൽ ഒരു ഗ്യാസ് ബോട്ടിലിൽ നിന്നും വെൽഡിംഗ് ടോർച്ച് വഴി എത്തിയിട്ട് അത് ബേൺ ചെയ്ത് ആ ബേൺ ചെയ്യുന്നതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലെയിം യൂസ് ചെയ്തിട്ടാണ് ഗ്യാസ് വെൽഡിംഗ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്ലെയിം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 3100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ എടുക്കാൻ കാരണം ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും സ്റ്റീലും മറ്റ് മെറ്റൽസും ഒക്കെ മെൽറ്റ് ആവുന്നത്. ഇനി ദർ ആർ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ആണ് ഉള്ളത്. ഒന്ന് TIG എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആണ്. അടുത്തത് MIG ആണ്. MIG എന്ന് പറയുന്നത് മെറ്റൽ ഇനേർട്ട് ഗ്യാസ് ആണ്. അടുത്തത് MAG എന്ന് പറഞ്ഞാൽ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ്. അടുത്തത് നമുക്ക് കുറച്ച് ഗ്യാസ് വെൽഡിംഗ് ഹാൻഡ് ടൂൾസ് നോക്കാം. ഈ ഫോളോയിങ് ആണ് ലിസ്റ്റ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ഹാൻഡ് ടൂൾസ്. ആദ്യത്തത് ഡബിൾ എൻഡഡ് സ്പാനർ, സിലിണ്ടറിക്കൽ കീ, നോസിൽ ഓർ ടിപ്പ് ക്ലീനർ, സ്പാർക്ക് ലൈറ്റർ, ചിപ്പിംഗ് ഹാമർ, കാർബൺ സ്റ്റീൽ വയർ ബ്രഷ്, ടോങ്സ്, വെൽഡിംഗ് ബ്ലോ പൈപ്പ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. ആദ്യത്തേത് ഡബിൾ എൻഡഡ് സ്പാനർ ആണ്. ഡബിൾ എൻഡഡ് സ്പാനർ മേക്ക് ചെയ്തിരിക്കുന്നത് ഫോർജ്ഡ് ക്രോം വനേഡിയം സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് യൂസ് ചെയ്യുന്നത് നട്ട്സ് ബോൾസ് ടൈറ്റൻ ചെയ്യാനോ ലൂസ് ചെയ്യാനോ ആണ്. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ട്സ് ആൻഡ് ബോൾസിന് ഹെഡ് എന്ന് പറയുന്നത് ഹെക്സഗണലോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പഡോ ആയിരിക്കണം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡബിൾ എൻഡഡ് സ്പാനർ. അടുത്തത് സിലിണ്ടറിക്കൽ കീ ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടറിക്കൽ കീ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗ്യാസ് റെഗുലേറ്ററിൽ നിന്നും, അതായത് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് റെഗുലേറ്ററിലേക്കുള്ള ഗ്യാസ് ഫ്ലോനെ പെർമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടർ വാൽവ് സോക്കറ്റിനെ ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനോ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിലിണ്ടറിക്കൽ കീ. അടുത്തത് നോസിൽ അല്ലെങ്കിൽ ടിപ്പ് ക്ലീനർ ആണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് നോസിൽ അല്ലെങ്കിൽ ടിപ്പ് ക്ലീനർ. ഇത് നമ്മൾ ടോർച്ച് കണ്ടെയ്നറിന് കൂടെ സപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. ഫോർ ഈച്ച് ടിപ്പ് ദർ ഈസ് എ കൈൻഡ് ഓഫ് ഡ്രിൽ ആൻഡ് സ്മൂത്ത് ഫയൽ. അതായത് ഓരോ ടിപ്പിലും ഓരോ തരത്തിലുള്ള ഡ്രില്ലും സ്മൂത്ത് ഫയലും അതിനകത്ത് ഫിക്സ്ഡ് ആണ്. അടുത്തത് സ്പാർക്ക് ലൈറ്റർ ആണ്. ഈ ഫിഗർ 4 കാണിച്ചിരിക്കുന്നത്. സ്പാർക്ക് ലൈറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെൽഡിംഗ് ടോർച്ചിനെ ഇഗ്നൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് സ്പാർക്ക് ലൈറ്റർ. അടുത്തത് ചിപ്പിംഗ് ഹാമർ ആണ്. ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ചിപ്പിംഗ് ഹാമർ. ഈ ചിപ്പിംഗ് ഹാമർ ഉണ്ടാക്കിയിരിക്കുന്നത് മീഡിയം കാർബൺ സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഹാൻഡിൽ മൈൽഡ് സ്റ്റീൽ ഹാൻഡിലായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് ഡിപ്പോസിറ്റഡ് വെൽഡ് ബീഡിനെ കവർ ചെയ്ത് നിൽക്കുന്ന സ്ലാഗിനെ റിമൂവ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഈ ചിപ്പിംഗ് ഹാമറിൻ്റെ ഒരെൻഡ് പോയിന്റഡും, അതായത് ഒരെൻഡ് പോയിന്റഡും മറ്റേ എൻഡ്, അതായത് ഈ ഒരു എൻഡ് ചിസൽ എഡ്ജഡും ആണ്. അതെന്തിനാണ് അങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി പൊസിഷനിലുള്ള സ്ലാഗിനെ ചിപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കാർബൺ സ്റ്റീൽ വയർ ബ്രഷ്. ഇത് യൂസ് ചെയ്യുന്നത് വർക്ക് സർഫസ് ക്ലീൻ ചെയ്യാനോ റസ്റ്റ് റിമൂവ് ചെയ്യാനോ ഓക്സൈഡ്സ് ആൻഡ് ഡർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ പിയർ ടു വെൽഡിംഗ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ക്ലീൻസ് ഇന്റർബീഡ് വെൽഡ് ഡിപ്പോസിറ്റ് ആഫ്റ്റർ ചിപ്പിംഗ് ഓഫ് സ്ലാഗ് ചിപ്പ് ഓഫ് ചെയ്തതിന് ശേഷം അവിടെ ഡിപ്പോസിറ്റ് ആയിരിക്കുന്ന വെൽഡ് ഡിപ്പോസിറ്റിനെയും ഇന്റർബീഡ് ആയിട്ടുള്ള വെൽഡ് ഡിപ്പോസിറ്റിനെയും ക്ലീൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വേറൊരു തരം വയർ ബ്രഷാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ ബ്രഷ്. ഇത് യൂസ് ചെയ്യുന്നത് നോൺ ഫെറസ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡഡ് ജോയിന്റിനെ ക്ലീൻ ചെയ്യാനാണ്. അടുത്തത് ടോങ്സ് ആണ്. ഈ തേർഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ടോങ്സ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ജോബ് ഇൻ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വെൽഡിംഗ് ബ്ലോ പൈപ്പ് ആണ്. വെൽഡിംഗ് ബ്ലോ പൈപ്പ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഹൈ പ്രഷർ ബ്ലോ പൈപ്പും രണ്ടാമത്തത് ലോ പ്രഷർ ബ്ലോ പൈപ്പുമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും വേറെ പേരും ഉണ്ട്, അതും പഠിച്ചിരിക്കണം. ഹൈ പ്രഷർ ബ്ലോ പൈപ്പിൻ്റെ മറ്റൊരു പേരാണ് നോൺ ഇഞ്ചക്ടർ ടൈപ്പ് അല്ലെങ്കിൽ ഈക്വൽ പ്രഷർ ബ്ലോ പൈപ്പ്. അതുപോലെ തന്നെ ലോ പ്രഷർ ബ്ലോ പൈപ്പിൻ്റെ മറ്റൊരു പേരാണ് ഇഞ്ചക്ടർ ടൈപ്പ്. അപ്പോൾ പേര് തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻ സൂചിപ്പിക്കുന്നത്, അതായത് ഫംഗ്ഷനാണ് അതിൻ്റെ പേരുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യമേ ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്താണെന്ന് നോക്കാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പിൻ്റെ ഒരു ഡയഗ്രാം. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഒരു ഇൻ്റർചേഞ്ചബിൾ നോസിൽ, ഒരു ടിപ്പുണ്ട്, പിന്നെ ഒരു ഗ്യാസ് മിസ്സിംഗ് ചേമ്പർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു വാൽവ്,
കൺട്രോൾ ദ ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻലെറ്റ് ഉണ്ട്. ഓക്സിജൻ അതുപോലെ തന്നെ അസറ്റൈലിൻ ഗ്യാസസ് ഇൻഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻലെറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മിക്സിംഗ് ഡിവൈസ് ആണ്. ഈ മിക്സിംഗ് ഡിവൈസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സപ്ലൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ വോളിയം ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റൈലിൻ ടു ടിപ്പ്. അതായത് ഈ ഇന്റർചേഞ്ചബിൾ നോസിൽ അല്ലെങ്കിൽ ടിപ്പിലേക്ക് ഈക്വൽ വോളിയത്തിലുള്ള ഓക്സിജനെയും അസറ്റൈലിനെയും എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മിക്സിംഗ് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസിനെ വെൽഡ് ചെയ്യാനും അതുപോലെ തന്നെ എഡ്ജസ് ഫ്യൂസ് ചെയ്യാനും പ്രീ ഹീറ്റിംഗ് ആൻഡ് പോസ്റ്റ് ഹീറ്റിംഗ് പർപ്പസസിനും അതുപോലെ തന്നെ ബ്രേസിംഗ് ഗ്യാസ് കട്ടിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെയിൻലി 2 ഇൻലെറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഓക്സിജന് പാസ് ചെയ്യാനും മറ്റേത് അസറ്റൈലിന് വേണ്ടിയിട്ടുമാണ്. ഇത് രണ്ടും കൂടെ ഹൈ പ്രഷർ സിലിണ്ടറിൽ നിന്ന് വരുന്ന ഈ ഓക്സിജനും അസറ്റൈലിനും കൂടെ മിക്സ് ചെയ്യുന്നത് ഇൻലെറ്റ് വഴി വന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് മിക്സിംഗ് ചേമ്പറിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സിംഗ് ചേമ്പർ ഇതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് പുറത്തേക്ക് വരുന്നത് ഈക്വൽ പ്രഷറിലായിട്ടാണ് വരുന്നത്. അപ്പം അത് രണ്ടിൻ്റെയും കൂടെ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ പ്രഷർ അപ്രോക്സിമേറ്റ്ലി 0.15 kg/cm²ലാണ് നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് ഈ 2 ഗ്യാസും കൂടി നെക്ക് പൈപ്പിലൂടെ ഫ്ലോ ചെയ്ത് നോസിൽ വഴി ഇഗ്നൈറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ സിസ്റ്റത്തിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ലോ പ്രഷർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യത്തില്ല. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ലോ പ്രഷർ ബ്ലോ പൈപ്പാണ്. ഈ ലോ പ്രഷർ ബ്ലോ പൈപ്പിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഹൈ പ്രഷർ ബ്ലോ പൈപ്പിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഈ ബോഡി ഓഫ് ദ ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ കൺസിസ്റ്റ് ഓഫ് ഇഞ്ചക്ടർ. ഒരു ഇഞ്ചക്ടർ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് ഇഞ്ചക്ടർ ടൈപ്പ് എന്നൊരു പേരും കൂടെ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഈ ഇഞ്ചക്ടർ വഴിയാണ് ഹൈ പ്രഷറിലുള്ള ഓക്സിജൻ മിക്സിംഗ് ചേമ്പറിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈ പ്രഷർ ഓക്സിജൻ ഇഞ്ചക്ടർ വഴി എത്തുന്നത് കൊണ്ട് തന്നെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മിക്സിംഗ് ചേമ്പറിൽ വെച്ചിട്ട്. അങ്ങനെ ആ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ലോ പ്രഷറിലുള്ള അസറ്റൈലിനെ അത് സക്ക് ചെയ്തെടുത്ത് മിക്സിംഗ് ചേമ്പറിൽ എത്തിക്കും. എന്നിട്ട് ഒരു ചെറിയൊരു നെസസറി വെലോസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റഡി ഫ്ലെയിം അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചക്ടർ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബാക്ക് ഫയറിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ. അതുപോലെ തന്നെ ഹൈ പ്രഷർ ബ്ലോ പൈപ്പിനേക്കാളും ഹൈ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്ക് ഹൈ പ്രഷർ സിസ്റ്റത്തിലും യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഓക്സി അസറ്റൈലിൻ ഫ്ലെയിംസ് ആണ്. അപ്പം ഓക്സി അസറ്റൈലിൻ ഫ്ലെയിംസ് നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിന് യൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് നമുക്കൊരു വെൽ കൺട്രോൾഡ് ഫ്ലെയിം ഹൈ ടെമ്പറേച്ചറിൽ ഒബ്റ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ വെൽഡ് ചെയ്യേണ്ട ബേസ് മെറ്റലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യത്തില്ല നമ്മൾ ഈ ഒരു ഓക്സി അസറ്റൈലിൻ ഫ്ലെയിം യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഏതൊക്കെ ടൈപ്സ് ആണ് മെയിൻലി നോക്കാനുള്ളതെന്നുള്ളതാണ്. ആദ്യത്തേത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. രണ്ടാമത്തേത് ഓക്സിഡൈസിങ് ഫ്ലെയിം. മൂന്നാമത്തേത് കാർബറൈസിങ് ഫ്ലെയിം ആണ്. ഇതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഫിഗർ 1 ന്യൂട്രൽ ഫ്ലെയിം, സെക്കൻഡ് കാർബറൈസിങ് ഫ്ലെയിം, തേർഡ് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യമേ ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഈ ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോസ്റ്റ് വെൽഡിലും കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ഫ്ലെയിം ആണ്. ഇവിടെ ഓക്സിജനും അസറ്റൈലിനും ഈക്വൽ പ്രൊപ്പോർഷനിലാണ് മിക്സ് ചെയ്ത് ബ്ലോ പൈപ്പ് വഴി എത്തുന്നത്. അതുപോലെ തന്നെ ഫ്ലെയിം കംപ്ലീറ്റ്ലി കമ്പോസിഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബേസ് മെറ്റൽ അല്ലെങ്കിൽ വെൽഡ് ചെയ്യേണ്ടതായിട്ടുള്ള മെറ്റലിന് ഇതൊരു ബാഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. കാരണം അവിടെ മെറ്റലൊന്നും ഓക്സിഡൈസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കാർബൺ ഒന്നും ലെഫ്റ്റ് ഔട്ട് ആകുന്നില്ല. അതായത് നമ്മുടെ ബേസ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള കാർബൺ ഒന്നും അവിടെ അവൈലബിൾ അല്ല. കംപ്ലീറ്റ്ലി അത് കമ്പോസിഷൻ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ വെൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീല്, കാസ്റ്റ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീല്, കോപ്പർ, അലൂമിനിയം പോലുള്ള മെറ്റൽസിലാണ്. അടുത്തത് ഓക്സിഡൈസിങ് ഫ്ലെയിം ആണ്. ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ ഫിഗറാണ് ഈ തേർഡ് ഫിഗറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഫ്ലെയിം വളരെ ഷോർട്ട് പോയിൻറ്റഡ്, അതായത് ഒരു കോൺ ഷേപ്പഡ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലെയിം ഇരിക്കുന്നത്. വളരെ സ്മോൾ ഫ്ലെയിം ആയിരിക്കും. ഇവിടെ ഓക്സിഡൈസിങ് ഫ്ലെയിമിൽ പേര് പോലെ തന്നെ എക്സസ് ഓക്സിജൻ ആണ് അസറ്റൈലിനേക്കാളും കാണുന്നത്. അതായത് നോസിൽ വഴി പുറത്തേക്ക് വരുന്നത് എക്സസ് ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ എക്സസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓക്സിഡൈസിങ് എഫക്റ്റ് ആണ് മെറ്റൽസിൽ അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഓക്സിഡൈസിങ് എഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സിങ്കിൻ്റെ ഇവാപ്പറേഷൻ തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത് ബ്രാസ് വെൽഡിങ് അല്ലെങ്കിൽ ബ്രേസിങ്ങിനാണ്
ഇനി യൂസ് ചെയ്യുന്നത് മെയിൻലി ബ്രാസ് ആൻഡ് ബ്രേസിംഗ് ഓഫ് ഫെറസ് മെറ്റൽസിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കാർബറൈസിങ് ഫ്ലെയിം ആണ്. ഫിഗർ 2 കാണിച്ചിരിക്കുന്നതാണ് കാർബറൈസിങ് ഫ്ലെയിം. നമുക്കിതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഫ്ലെയിം മോർ ലെങ്തി ഫ്ലെയിം ആയിരിക്കും. ഫ്ലെയിം കുറച്ചും കൂടെ ലെങ്തി ആയിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് എക്സസ് അസറ്റിലിൻ ഫ്ലെയിം ഈ കോണിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാർബറൈസിങ് ഫ്ലെയിമിൽ എക്സസ് ആയിട്ട് വരുന്നത് അസറ്റിലിൻ ഗ്യാസ് ആണ്. അവിടെ ഒരു കാർബറൈസിങ് എഫക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീലിൽ അങ്ങനെ ഒരു കാർബറൈസിങ് എഫക്റ്റ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് അത് ഹാർഡ് ബ്രിറ്റിൽ വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് ഫേസിങ് അല്ലെങ്കിൽ സ്റ്റെലിയേറ്റിങ്ങിനും അതുപോലെ തന്നെ ലിൻഡ് വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്സിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.